പിണറായിയുടെ പോലീസിന്റെ ആ ഗതികേട് കാണുക. പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് കോരളദേശം വാഴും പിണറായി മന്നന്റെ നാട്ടിലെ ആ പോലീസിന്റെ ഗതികേടാണ്. ആ ദൃശ്യം ഒന്ന് കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. നിന്നെ വിളിക്കാണ്, നിന്നെ പച്ചക്കല്ലേ വിളിക്കാൻ. നീ എന്തുണ്ടാക്കും? നീ എന്തുണ്ടാക്കും? നിനക്കടിക്കണ നിനക്കുണ്ടാക്കണ്ട. ഞങ്ങള് നീ പറയാ ഞാൻ തുറന്നിട്ടില്ല. ഞാനല്ല, നീയാണ് തന്തയില്ലാത്തത്. അത് നീ ആയിരിക്കും. നീ പോടാ എന്ത് നോമ്പ് അയ്യോ, നീ ഒന്നും ഉണ്ടാക്കുക. ഞാൻ എന്തിനാ ഇറങ്ങുന്നത്? നീ പറയുമ്പോ ഞാൻ എന്തിനാ ഇറങ്ങുന്നത്? നീ പറയുമ്പോ ആര് പറയുമ്പോ ഇറങ്ങാൻ ഞാനാര്? നീ പറയുമ്പോ ഞാനാര്? നീ ഞാനാര്? നീ ആരെ നമ്മുടെ ഭാഗത്ത് തന്തയില്ലാത്ത നീയല്ലേ തന്തയില്ലാത്ത? ഞാനാണ്. നീയല്ലേ തന്തയില്ലാത്ത? തന്തയില്ലെന്ന് നീ പറയുമ്പോ ഉണ്ടാക്കാൻ ഞാനാണ്. നീ പറയുമ്പോ ഇറങ്ങാൻ ഞാനാര്? ഞാൻ തുറന്നിട്ടിരിക്കല്ലേ? അത് രണ്ടാമത്തെ കാര്യല്ലേ? കോട്ടയത്ത് ഉണ്ടാക്കും. നീ കോട്ടയത്ത് ഉണ്ടാക്കണ വീട്ടിൽ പോയി ചോദിക്കണം. വീട്ടിൽ പോയി ചോദിക്കണം. കണ്ടല്ലോ,
നമ്മുടെ നാട്ടിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥയാണ്. ഓർക്കുക, ഒരു SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് വണ്ടി ചേസ് ചെയ്ത് തടഞ്ഞു നിർത്തി, റോഡിൽ തടഞ്ഞു നിർത്തി ഇതുപോലെ അശ്ലീലം പറയുന്നതും അസഭ്യം പറയുന്നതും കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിക്കുന്നതും. ആ പോലീസുകാരൻ്റെ അവസ്ഥ കണ്ടോ? അയാൾ പേടിച്ച് വണ്ടിയിൽ നിന്ന് പോലും ഇറങ്ങാതിരിക്കുകയാണ്. ഇത് പോലീസുകാർക്കൊരു പാഠമാണ്. ഓർക്കുക, പോലീസുകാർക്ക് ഇതുപോലെ പട്ടിയുടെ വില പോലും ഇല്ലാതാക്കിയത് ആരാണ്? നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ ഇടത് സർക്കാർ പറയുന്നത് കേട്ട് കള്ളക്കേസുകൾ എടുക്കുകയും ആളുകളെ അതിക്രമിക്കാൻ ശ്രമിക്കുകയും നിലനിൽക്കാത്ത വകുപ്പുകളിട്ട് വ്യാജ പരാതികളുടെ മേൽ കേസെടുക്കുകയും ചെയ്ത് ഈ പൊതുജനങ്ങളുടെ വില ഇല്ലാതാക്കിയത് കൊണ്ട് മാത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ജനങ്ങൾ തെരുവിൽ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ഈ കാക്കിയോടുള്ള ഭയം, ഒരു ബഹുമാനം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈ പോലീസുകാരുടെ ചെയ്തികളാണെന്ന് മനസ്സിലാക്കുക. ഓർക്കുക, ഇത്രയും നിയമവാഴ്ചയുള്ള ഒരു സംവിധാനമുള്ള ഒരു നാട്ടിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവരുടെ യുവജന സംഘടന കാണിക്കുന്നത് ഇതാണ്. പോലീസുകാർക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. നിങ്ങൾ ഈ അന്തംകമ്പികളുടെ ആജ്ഞകൾ അനുസരിച്ച് ഓച്ചാനിച്ച് നിന്നപ്പോൾ നിങ്ങൾ പറയണമായിരുന്നു, നിങ്ങളെ അപ്പോയിന്റ് ചെയ്തത് AKG സെന്ററിൽ നിന്നല്ല, PSC പരീക്ഷ എഴുതി മെറിറ്റിൽ വന്ന് ഫിസിക്കൽ ടെസ്റ്റുകൾ പാസ്സായി ഇന്റർവ്യൂ പാസ്സായി വന്ന ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ല, ഈ വകുപ്പുകൾ അട്രാക്ട് ചെയ്യത്തില്ല, ഇത് വ്യാജ പരാതിയാണ്, ഇത്തരം കള്ളക്കേസുകൾ ഞങ്ങൾക്ക് എടുക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ പറയുന്ന ഒരു നിലപാട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ എടുത്തിരുന്നു എങ്കിൽ നിങ്ങളുടെ മുകളിൽ ആരും ഇതുപോലെ കുതിര കയറത്തില്ലായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് ജനങ്ങൾക്കൊരു വിലയുണ്ടാകുമായിരുന്നു. ഇന്ന് ഇവർക്ക് പോലും, നിങ്ങളെ കൊണ്ട് ഈ മ്ലേച്ഛത ചെയ്യിപ്പിച്ച ഇവർക്ക് പോലും നിങ്ങളോടുള്ള വില ഇതാണെന്നും മനസ്സിലാക്കുക. ഇതെല്ലാം കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.